മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ജി സുകുമാരൻ നായർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടത് ഫോണിലൂടെ വിളിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാണ് ഫോൺ എടുത്തത്. മുഖ്യമന്ത്രി ഉടൻ തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞെങ്കിലും വിളിച്ചത് 5 ദിവസത്തിന് ശേഷം. ഫോണിൽ സംസാരിച്ചപ്പോഴും കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞില്ല. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി. ഷിനോജ്, അതായത് NSS ജനറൽ സെക്രട്ടറി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാട് ഉണ്ടായില്ല എന്നതാണോ? ഇത് NSS തന്നെ നേരിട്ട് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയുടെ ഓഫീസ് തന്നെ നേരിട്ടാണോ ഇതൊരു വാർത്തയാക്കുന്നത്? 15 ദിവസം മുൻപാണ് ഇത്തരത്തിൽ ഈ സംഭവങ്ങളൊക്കെ തന്നെ തുടങ്ങുന്നത്. അതായത് ഈ ഔദ്യോഗികമായ ഒരു കാര്യത്തിന് വേണ്ടി NSSന്റെ ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു നിവേദനം നൽകുന്നതിന് വേണ്ടി നേരത്തെ നൽകിയ ഒരു നിവേദനത്തെ തുടർച്ച എന്ന നിലയിൽ നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി NSS ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലുള്ള ഒരാളാണ് ഫോൺ എടുക്കുന്നത്. ഉടൻ തന്നെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി തിരിച്ചു വിളിക്കും എന്ന മറുപടിയാണ് അവിടെ നിന്ന് ഉണ്ടായത്. എന്നാൽ തിരിച്ചു വിളിക്കുന്നത് 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് VD സതീശൻ തിരിച്ച സുകുമാരൻ നായരെ വിളിക്കുന്നത്. ആ വിളിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും തന്നെ മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. അതിനുശേഷം വീണ്ടും 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മറ്റൊരാവശ്യത്തിന് വേണ്ടി ഇത്തരത്തിൽ സുകുമാരൻ നായർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയാണ്. തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തിരിച്ച് വിളിച്ചിട്ടില്ല എന്നതാണ് NSSുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും അതിൻ്റെ വലിയ അതൃപ്തി NSSൽ ഉണ്ട് എന്നത് ജനറൽ സെക്രട്ടറിക്ക് ഉൾപ്പെടെ ഉണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മുൻകാലത്തിരുന്ന മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ, അത് കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ CPMന്റെ ഏത് മുന്നണി ആയാലും അത്തരത്തിൽ ഒരു ബന്ധമല്ല NSSുമായി ഉണ്ടായിരുന്നത് എന്നതാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ആ അതൃപ്തി തന്നെയാണ് ഇന്നത്തെ ബഡ്ജറ്റ് യോഗത്തിലും ഇത്തരത്തിൽ വലിയ രീതിയിൽ VD സതീശനെതിരെ ഒരു രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നതിനൊക്കെ തന്നെ കാരണമായത്. സതീശൻ വലിയ അഹങ്കാരിയാണ്. പ്രത്യേകിച്ച് ഇനി കാല് പിടിക്കുന്നതിന് വേണ്ടി ഒന്നും തന്നെ NSS അങ്ങോട്ടേക്കില്ല എന്നൊരു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ ഈ ബഡ്ജറ്റ് യോഗത്തിലൊക്കെ തന്നെ പറഞ്ഞു വച്ചിട്ടുമുണ്ട്. എന്തായാലും നമ്മളൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് സതീശന് വലിയ രീതിയിൽ രൂക്ഷമായ വിമർശനം NSS നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ആയതിനു ശേഷം അതിലൊക്കെ തന്നെ ഒരു മഞ്ഞുരുകൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അത്തരത്തിലൊരു മഞ്ഞുരുകലും നിലവിൽ സാധ്യതയില്ല. ആ തർക്കം, ആ ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലൊക്കെ തന്നെ അതുപോലെ തന്നെ നിലവിൽ ഇപ്പോഴും ഉണ്ട്. ശരി, ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്.